നമസ്കാരം. ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ പരിശോധിക്കാം. ആദ്യം മലയാള മനോരമയാണ്. മനോരമയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത IAS ഗ്രൂപ്പിലെ ചേരിതിരിവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ബി അശോകിന്റെ മാറ്റത്തോടെ പോര് രൂക്ഷം. ചേരിതിരിഞ്ഞ് IAS എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. സർക്കാരുമായി ചേർന്ന് നിൽക്കുന്നവരും വിമർശിക്കുന്നവരും രണ്ടു തട്ടിൽ. ബി അശോക് നിയമ നടപടിക്കെന്ന് സൂചന എന്ന് പറഞ്ഞുകൊണ്ട് മറ്റ് രണ്ട് ബുള്ളറ്റിനും നൽകിയിട്ടുണ്ട്. വാർത്തയുമായി ബന്ധപ്പെട്ട് സ്പെഷ്യൽ സെക്രട്ടറി N പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തതിന് പിന്നാലെ കൃഷിവകുപ്പിൽ ബി അശോകിനെയും മാറ്റിയതോടെ IASകാർക്കിടയിൽ ചേരിപ്പോര് രൂക്ഷമായി. സർക്കാരുമായി ചേർന്ന് നിൽക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥർ ഒരു പക്ഷത്തും സർക്കാരിന്റെ ചില തീരുമാനങ്ങളെ വിമർശിക്കുന്ന ഉദ്യോഗസ്ഥർ മറുപക്ഷത്തുമായി. ഇങ്ങനെയാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇതുകൂടാതെ തന്നെ പ്രശാന്തിന്റെ സസ്പെൻഷൻ നീട്ടിയതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റൊരു സബ് സ്റ്റോറിയും വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ വാട്സപ്പ് വിവാദവുമായി ബന്ധപ്പെട്ട വാർത്തയും പേജ് 11 നൽകിയിട്ടുണ്ട് എന്നൊരു ഹിന്റ് കൂടി നൽകിയിട്ടുണ്ട്. അടുത്ത വാർത്തയിലേക്ക് വരുമ്പോൾ നോവായി പ്രിയഗാനം എന്ന് പറഞ്ഞുകൊണ്ടാണ് ജയചന്ദ്രന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുള്ളത്. P. ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ ഹൃദയാഞ്ജലി സംസ്കാരം എന്ന പറവൂർ ചേന്നമംഗലത്ത് എന്ന് പറഞ്ഞുകൊണ്ടിട്ട് ബുള്ളറ്റിനും നൽകിയിട്ടുണ്ട്. അനശ്വര ഗായകൻ P. ജയചന്ദ്രന് സാംസ്കാരിക നഗരിയുടെ സ്നേഹപ്രണാമം. വ്യാഴാഴ്ച അന്തരിച്ച ഗായകനെ അവസാനമായി കാണാൻ ഒട്ടേറെ പേരാണ് പൂങ്കുന്നത്തെ വസതിയിലും സംഗീത നാടക അക്കാദമിയിലും എത്തിയത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. വാർത്തയിൽ P. ജയചന്ദ്രന്റെ മൃതദേഹത്തിനരികിൽ ഭാര്യ ലളിത, പേരക്കുട്ടി നിവേദ, മരുമകൾ സുമിത എന്നിവർ നിൽക്കുന്ന ചിത്രം പങ്കുവച്ചുകൊണ്ടാണ് വാർത്ത നൽകിയിട്ടുള്ളത്. ഇനി മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ റോഡരികിലെ കേബിളിൽ കാൽ കുരുങ്ങി വീണ് സ്കൂൾ ബസ്സിനിടയിൽപ്പെട്ട് 7 വയസ്സുകാരി മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട വാർത്തയും മനോരമ ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. സ്കൂൾ ബസ്സിൽ നിന്നിറങ്ങി നടക്കുന്നതിനിടെ റോഡരികിലെ കേബിളിൽ കാൽ കുരുങ്ങി റോഡിലേക്ക് വീണ 7 വയസ്സുകാരിക്ക് അതേ ബസ്സിനിടയിൽപ്പെട്ട് ദാരുണാന്ത്യം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇത്രയുമാണ് മനോരമയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുള്ള വാർത്തകൾ. അടുത്തത് മാധ്യമമാണ്. മാധ്യമത്തിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത ഒന്ന് P. ജയചന്ദ്രന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. വാചാലമായി മൗനം എന്ന് പറഞ്ഞുകൊണ്ടാണ് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് ആശ്വാസവും കടത്തിൽ എന്ന തലക്കെട്ടോടുകൂടി നൽകിയിരിക്കുന്ന വാർത്തയാണ്. ബാങ്കുകളിൽ നിന്നും സഹകരണ സംഘങ്ങളിൽ നിന്നും വായ്പയെടുത്ത് ദുരിതത്തിലായ കർഷകർക്ക് സഹായം നൽകാൻ സംസ്ഥാന സർക്കാർ കൊണ്ടുവന്ന കാർഷിക കടാശ്വാസ പദ്ധതിയുടെ ആനുകൂല്യത്തിന് അപേക്ഷ സമർപ്പണം പ്രതിസന്ധിയിൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ് വലിയ പ്രാധാന്യത്തിൽ മാധ്യമത്തിൽ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിരിക്കുന്നത്. കടാശ്വാസ പദ്ധതിയിൽ അപേക്ഷിക്കാനാകാതെ കർഷകർ. കടാശ്വാസത്തിന് പരിഗണിക്കാവുന്ന വായ്പാ തീയതി 9 വർഷം മുൻപത്തേത്. കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടും പണം കിട്ടാതെ ബാങ്കുകൾ എന്ന് പറഞ്ഞുകൊണ്ട് 3 ഹൈലൈറ്റുകൾ നൽകിയിട്ടുണ്ട്. അതുകൂടാതെ ബാങ്കുകൾ കർഷകരെ നിരുത്സാഹപ്പെടുത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. മറ്റ് വാർത്തകളിലേക്ക് വരുമ്പോൾ സമ്പൽ ഷാഹി മസ്ജിദ് കിണറിന് സമീപം പൂജയ്ക്ക് അനുമതിയില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള സുപ്രീം കോടതിയുടെ ഉത്തരവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ഉത്തർപ്രദേശിലെ സമ്പൽ ഷാഹി ജുമാ മസ്ജിദിന് സമീപത്തെ പുരാതന കിണറിനടുത്ത് ഹിന്ദു വിഭാഗം പൂജ ഉൾപ്പെടെ നടത്തുന്നത് തടഞ്ഞ് സുപ്രീം കോടതി രംഗത്ത് എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ബോബി ചെമ്മണ്ണൂറുമായി ബന്ധപ്പെട്ട വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ ഇടം പിടിച്ചിട്ടുണ്ട്. ചെറിയ കോളത്തിലായാണ് നൽകിയിട്ടുള്ളത്. ബോബി ചെമ്മണ്ണൂർ ജയിലിൽ തുടരും, ജാമ്യ ഹർജി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഹൈലൈറ്റ് നൽകിയിട്ടുള്ളത്. നടി ഹണി റോസിനെ ലൈംഗികമായി അധിക്ഷേപിച്ച കേസിൽ കാക്കനാട് ജില്ലാ ജയിലിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന വ്യവസായി CD ബോബി എന്ന ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യ ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ചത്തേക്ക് മാറ്റിയെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് സ്കൂൾ ബസ് കയറി 7 വയസ്സുകാരി മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ ഫ്രണ്ട് പേജിൽ തന്നെ മാധ്യമവും നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് PV അൻവർ ഇനി തൃണമൂലിനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് PV അൻവർ കഴിഞ്ഞ ദിവസം തൃണമൂൽ കോൺഗ്രസിൽ അംഗത്വം സ്വീകരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും നൽകിയിട്ടുണ്ട്. ഇവിടെ പ്രവേശന തീരുമാനം നീളുന്നതിനിടെ PV അൻവർ MLA തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇനി കേരള കൗമുദിയാണ്. കേരള കൗമുദിയിലേക്ക് വരുമ്പോൾ മനം തുറന്ന മോദി, ഞാൻ തെറ്റുപറ്റുന്ന പച്ച മനുഷ്യൻ എന്ന മോദിയുടെ വാക്കുകളാണ് വലിയ പ്രാധാന്യത്തിൽ വാർത്തയായി നൽകിയിരിക്കുന്നത്. പുതിയ ആശയം സ്വീകരിക്കാൻ തയ്യാർ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ഹൈലൈറ്റ് നൽകിയിട്ടുണ്ട്. ദൈവമല്ല, ഞാൻ വെറും മനുഷ്യൻ, തെറ്റുപറ്റിയിട്ടുണ്ടാകും, പക്ഷേ ദുരുദ്ദേശത്തോടെ ഒന്നും ചെയ്തിട്ടില്ല എന്ന അദ്ദേഹത്തിൻ്റെ വാക്കുകളാണ് വലിയ പ്രാധാന്യത്തിൽ ആദ്യത്തെ വരികളായി വാർത്തയിൽ ഇടം പിടിച്ചിരിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സ് തുറന്നു. 2 മണിക്കൂർ നീണ്ട തൻ്റെ ആദ്യ പോഡ്കാസ്റ്റിലാണ് മോദി കുട്ടിക്കാലം മുതലുള്ള ജീവിതാനുഭവങ്ങൾ, രാഷ്ട്രീയ പ്രവേശനം, ഇന്ത്യയെ ലോകത്തിൻ്റെ മുൻനിരയിലേക്ക് നയിച്ച പാഠം എന്നിവയൊക്കെ പങ്കുവെച്ചത് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത
വാർത്ത പുരോഗമിക്കുന്നത്. ലോകം ഇന്ത്യയ്ക്കായി കാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടും ജിജ്ഞാസ കൈമുതൽ എന്ന് പറഞ്ഞുകൊണ്ടും ഗോദ്ര കലാപം വേദനിപ്പിച്ചു എന്ന് പറഞ്ഞുകൊണ്ടും 3 സബ് സ്റ്റോറിയും ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. ജയചന്ദ്രന്റെ വാർത്തയും ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. കേരള കൗമുദിയും ഗദ്ഗതം മുഴങ്ങി ഇന്ന് മടക്കം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. എന്നും അനുജന്റെ സ്ഥാനം എന്ന യേശുദാസിന്റെ വാക്കുകളും അതിന് കൂടെ തന്നെ സബ് സ്റ്റോറിയെ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് കൗമുദി സ്പെഷ്യൽ സ്റ്റോറിയാണ്. പാകിസ്ഥാനിൽ പോയവരുടെ ഭൂസ്വത്ത് കേന്ദ്രം പിടിച്ചെടുക്കും എന്ന തലക്കെട്ടോടുകൂടിയാണ് ആ വാർത്ത നൽകിയിട്ടുള്ളത്. എനിമി പ്രോപ്പർട്ടി ആക്ട് പ്രകാരം കേരളത്തിലും നടപടി എന്ന് പറഞ്ഞുകൊണ്ടാണ് മറ്റൊരു ഹൈലൈറ്റ് നൽകിയിട്ടുള്ളത്. സ്വാതന്ത്ര്യലബ്ധിക്ക് മുൻപും ശേഷവും പാകിസ്ഥാനിലേക്ക് കുടിയേറിയ മലയാളികളുടെ സ്വത്തുക്കളുടെ കണക്കെടുപ്പും വിലനിർണ്ണയവും നടത്താൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. 40.59 ഏക്കർ ശത്രുസ്വത്ത് എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണൂർ, കോഴിക്കോട്, മലപ്പുറം, പാലക്കാട് ജില്ലകളിൽ 63 വ്യക്തികളുടെ പേരിലുള്ള 40.59 ഏക്കർ ഭൂമിയാണ് ശത്രുസ്വത്തായി പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു സബ് സ്റ്റോറിയും നൽകിയിട്ടുണ്ട്. ഇനി ഉന്നത വിദ്യാഭ്യാസം പുതിയ ഗവർണറും പിടിമുറുക്കുന്നു എന്ന വാർത്തയാണ് ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ ഉന്നത വിദ്യാഭ്യാസത്തിന്റെ ചുമതല ഗവർണർ കാണുന്നതിൽ രണ്ടഭിപ്രായമില്ലെന്ന് പുതിയ ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ വ്യക്തമാക്കി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. വായുസേനയുടെ ബിൽ പിന്നീട് 120 കോടി വയനാട് പുനരധിവാസത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത വരുന്നത്. മറ്റൊന്ന് ഒരു വിദ്യാർത്ഥിനിയെ 64 പേർ പീഡിപ്പിച്ചു, 5 പേർ പിടിയിൽ എന്ന് പറയുന്ന ഞെട്ടിക്കുന്ന കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. കായിക താരമായ പെൺകുട്ടിയെ 64 പേർ പീഡിപ്പിച്ചതായി പരാതി. പത്തനംതിട്ട ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിക്ക് നൽകിയ പരാതി ജില്ലാ പോലീസ് ചീഫിന് കൈമാറിയതിന് പിന്നാലെ 5 പേരെ ഇലവും തിട്ട പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. ഇനി മാതൃഭൂമിയാണ്. മാതൃഭൂമിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത കുട്ടിയെ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത തന്നെയാണ്. ഇത് കേരളമോ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്തയ്ക്ക് തലക്കെട്ട് നൽകിയിട്ടുള്ളത്. 5 വർഷം 60-ലേറെ പേർ പീഡിപ്പിച്ചെന്ന് ദളിത് പെൺകുട്ടി എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു സബ് ഹെഡിങ് കൂടി നൽകിയിട്ടുണ്ട്. 5 വർഷത്തിനിടെ 60-ലേറെ പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കാമുകൻ ഉൾപ്പെടെ 5 പേർ അറസ്റ്റിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമിയിൽ ആ വാർത്ത പുരോഗമിക്കുന്നത്. ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുള്ളത് 18 വയസ്സുള്ള കായികതാരം. 13-ാം വയസ്സ് മുതൽ പീഡിപ്പിക്കപ്പെടുന്ന പെൺകുട്ടിയുടെ മൊഴി. നഗ്നചിത്രങ്ങളും വീഡിയോയും കാണിച്ച് ഭീഷണിപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് 3 ഹൈലൈറ്റുകൾ വാർത്തയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുണ്ട്. എയർ ലിഫ്റ്റിംഗ് ബിൽ ഉടൻ അടയ്ക്കേണ്ട എന്ന് പറഞ്ഞു ചുരൽമല മുണ്ടക്കൈ ദുരന്തവുമായി ബന്ധപ്പെട്ട വാർത്തയും മാതൃഭൂമി ഫ്രണ്ട് പേജിൽ തന്നെ നൽകിയിട്ടുണ്ട്. 120 കോടി പുനരധിവാസത്തിനായി ഉപയോഗിക്കാമെന്ന ഹൈക്കോടതിയുടെ സ്റ്റേറ്റ്മെന്റും വലിയ പ്രാധാന്യത്തിൽ തന്നെ ഹൈലൈറ്റ് ചെയ്ത് നൽകിയിട്ടുണ്ട്. സഹകരണത്തിന് മേൽ നിരീക്ഷണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അടുത്ത വാർത്ത വന്നിട്ടുള്ളത്. സ്വകാര്യ പൊതുമേഖലാ വാണിജ്യ ബാങ്കുകളിലേതിന് സമാനമായ കേന്ദ്ര ഫിനാൻഷ്യൽ ഇന്റലിജൻസിന്റെ നിരീക്ഷണം സഹകരണ മേഖലയിലെ സാമ്പത്തിക ഇടപാടുകൾക്കും ബാധകമാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് അൻവർ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നതുമായി ബന്ധപ്പെട്ട വാർത്തയും അതുകൂടാതെ തന്നെ സ്കൂൾ ബസ്സിനടിയിലേക്ക് വീണ് 7 വയസ്സുകാരി മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ മാതൃഭൂമിയുടെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. അടുത്തത് ജന്മഭൂമിയാണ്. ജന്മഭൂമിയിലേക്ക് വരുമ്പോൾ ഭാവഗായകന് സാംസ്കാരിക നഗരി വിടചൊല്ലി എന്ന് പറഞ്ഞുകൊണ്ടാണ് പി ജയചന്ദ്രന്റെ വാർത്ത നൽകിയിട്ടുള്ളത്. മറ്റൊന്ന് നികുതി വിഹിതം കേരളത്തിന് 3331 കോടി എന്ന് പറഞ്ഞുകൊണ്ട് സംസ്ഥാനങ്ങൾക്കുള്ള ജനുവരിയിലെ നികുതി വിഹിതമായി 1,73,030 കോടി രൂപ കേന്ദ്ര സർക്കാർ കൈമാറിയതായി കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ അറിയിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത വലിയ പ്രാധാന്യത്തിൽ ജന്മഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് CPM ജില്ലാ സമ്മേളനം ക്ഷണിച്ചിട്ടും ജി സുധാകരൻ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആലപ്പുഴയിലെ CPM പോലെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു വാർത്ത വലിയ പ്രാധാന്യത്തിൽ ജന്മഭൂമി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പ്രവാസികൾ വികസിത ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമെന്ന രാഷ്ട്രപതിയുടെ വാക്കുകൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് പെൺകുട്ടിയെ 60-ലേറെ പേർ പീഡിപ്പിച്ചതുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ തന്നെ നൽകിയിട്ടുണ്ട്. ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ചത്തേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. ഇനി ദീപികയാണ്. ദീപികയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത കൂടുതൽ ഫണ്ട് വിനിയോഗിക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് വയനാട് പുനരധിവാസവുമായി ബന്ധപ്പെട്ട ഹൈക്കോടതിയുടെ സ്റ്റേറ്റ്മെന്റ് വാർത്തയെ നൽകിയിട്ടുള്ളത്. ചുരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി അംഗീകരിച്ചതിനാൽ വിവിധ മേഖലകളിൽ നിന്ന് കൂടുതൽ ഫണ്ട് പുനരധിവാസ പ്രവർത്തനങ്ങൾക്കായി വിനിയോഗിക്കാൻ കഴിയുമെന്ന് ഹൈക്കോടതി വിലയിരുത്തിയെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന് ഹൃദയാംബരത്തിലേക്ക് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രിയഗായകന് ഇന്ന് യാത്രാമൊഴി എന്ന് പറഞ്ഞുകൊണ്ട് പി ജയചന്ദ്രനുമായി ബന്ധപ്പെട്ട വാർത്ത നൽകുന്നത്. മറ്റൊന്ന് ഷാഹി മസ്ജിദിലെ കിണർ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഹൈലൈറ്റ് നൽകിയിട്ട് ഷാഹി മസ്ജിദുമായി ബന്ധപ്പെട്ട സുപ്രീംകോടതിയുടെ സ്റ്റേറ്റ്മെന്റാണ് വാർത്തയെ നൽകിയിട്ടുള്ളത്. തൽസ്ഥിതി തുടരണമെന്ന് സുപ്രീംകോടതിയുടെ ആവശ്യമാണ് തലക്കെട്ടായി നൽകിയിട്ടുള്ളത്. ഉത്തർപ്രദേശിലെ സംഭവ
നിലയിൽ തർക്കത്തിലിരിക്കുന്ന ഷാഹി മസ്ജിദിന് സമീപത്തെ പുരാതന കിണറിനടുത്ത് പൂജയോ മറ്റു പ്രവർത്തനങ്ങളോ നടത്തുന്നത് സുപ്രീം കോടതി സ്റ്റേ നൽകിയെന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. മറ്റൊന്ന്, ബോബി ചെമ്മണ്ണൂരിന്റെ ജാമ്യാപേക്ഷ ചൊവ്വാഴ്ച പരിഗണിക്കാൻ മാറ്റി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും ഫ്രണ്ട് പേജിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, തീരദേശ നിയന്ത്രണ നിയമനത്തിലെ ഇളവ്, ഭവന നിർമ്മാണ അനുമതി നൽകാൻ കോടതി ഉത്തരവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള തീരദേശ നിയന്ത്രണ നിയമനത്തിൽ ഭേദഗതി വന്ന സാഹചര്യത്തിൽ ഭവന നിർമ്മാണത്തിന് നേരെ പെർമിറ്റ് നിഷേധിച്ച അപേക്ഷകർക്ക് അനുമതി നൽകാൻ ഹൈക്കോടതിയുടെ ഉത്തരവായതുമായി ബന്ധപ്പെട്ട വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, പീഡന പരാതിയുമായി 18-കാരി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയും അതുകൂടാതെ തന്നെ PV അൻവറിന്റെ തൃണമൂലിലേക്കുള്ള പ്രവേശനവും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു വാർത്ത, വീട് ജപ്തിക്ക് ബാങ്കുകാരെത്തി വീട്ടമ്മ തീ കൊളുത്തി മരിച്ചതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. ഷൊർണൂരിലാണ് സംഭവം. ബാങ്കുകാർ വീട് ജപ്തി ചെയ്യാനെത്തിയതോടെ വീട്ടമ്മ തീ കൊളുത്തി മരിക്കുകയായിരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് വാർത്ത പുരോഗമിക്കുന്നുണ്ട്. മറ്റൊന്ന്, MM ലോറൻസിന്റെ മൃതദേഹ അവകാശം മകൾ സുപ്രീം കോടതിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ആ വാർത്തയും വലിയ പ്രാധാന്യത്തിൽ നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, വയനാട് DCC പ്രസിഡന്റിന്റെയും MLAയും 15 വരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ട് NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് പോലീസ് പ്രേരണ കുറ്റത്തിന് കേസെടുത്തിട്ടുള്ളവരെ 15 വരെ അറസ്റ്റ് ചെയ്യില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. അവസാനത്തേത് ദേശാഭിമാനിയാണ്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ വലിയ പ്രാധാന്യത്തിൽ നൽകിയിരിക്കുന്ന വാർത്ത, IC ബാലകൃഷ്ണന്റെ ശുപാർശ കത്ത് പുറത്ത്, കോഴയ്ക്ക് തെളിവ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കത്ത് നൽകിയത് MLAയുടെ ഔദ്യോഗിക ലെറ്റർ പാഡിൽ എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു ബുള്ളറ്റിൻ നൽകിയിട്ടുണ്ട്. വയനാട് DCC ട്രഷറർ NM വിജയനും മകനും ജീവനെടുക്കുന്നതിലേക്ക് നയിച്ച കോൺഗ്രസ് നേതാക്കളുടെ ബാങ്ക് നിയമന കോഴയ്ക്ക് കൂടുതൽ തെളിവുകൾ എന്ന് പറഞ്ഞുകൊണ്ടാണ് വാർത്ത പുരോഗമിക്കുന്നത്. അതുകൂടാതെ തന്നെ NM വിജയന്റെ കത്തിൽ നിന്നൊരു ഭാഗവും ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, KPCC യോഗം ബഹിഷ്കരിച്ച VD സതീശൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. ഇതോടെ കോൺഗ്രസിലെ ഗ്രൂപ്പ് വിളിച്ചത് വന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ആ വാർത്ത നൽകിയിട്ടുള്ളത്. ഭാവ ഗായകന് ഇന്ന് വിട നൽകും എന്ന് പറഞ്ഞുകൊണ്ട് P ജയചന്ദ്രന്റെ സംസ്കാരവുമായി ബന്ധപ്പെട്ട വാർത്തയും അതുകൂടാതെ തന്നെ ഹെലികോപ്റ്റർ വാടക ഉപേക്ഷിച്ച് കേന്ദ്രം, മാനദണ്ഡങ്ങളിൽ ഇളവ് നൽകി കോടതി എന്ന് പറഞ്ഞുകൊണ്ട് 120 കോടി രൂപ കേന്ദ്രം ഒഴിവാക്കിയതുമായി ബന്ധപ്പെട്ട വാർത്ത നൽകിയിട്ടുണ്ട്. മറ്റു വാർത്തകളിലേക്ക് വരുമ്പോൾ, സ്കൂൾ ബസ്സിനിടയിൽപ്പെട്ട് 2ാം ക്ലാസ്സുകാരി മരിച്ചതുമായി ബന്ധപ്പെട്ട സംഭവവും വലിയ പ്രാധാന്യത്തിൽ തന്നെ ദേശാഭിമാനി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന്, ബോബി ചെമ്മണ്ണൂരിന് ജാമ്യമില്ല എന്ന വാർത്തയും ഒറ്റക്കോളം വാർത്തയായി തന്നെ ഫ്രണ്ട് പേജിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മറ്റൊന്ന്, CPIM പ്രവർത്തകന്റെ കൊലപാതകം, 8 RSSകാർ കുറ്റക്കാർ, ശിക്ഷ 15 എന്ന് പറഞ്ഞുകൊണ്ടുള്ള വാർത്തയാണ്. കാട്ടക്കട അമ്പലത്തിൻകാലയിലെ CPM പ്രവർത്തകനായിരുന്ന അമ്പലത്തിൻകാല അശോകനെ വെട്ടിക്കൊന്ന കേസിൽ 8 RSSകാർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ വാർത്ത പുരോഗമിക്കുന്നത്. ഇത്രയുമാണ് ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ.